എനിക്കൊരു സ്പിരിച്വൽ ടച്ച് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബൈബിളെടുത്ത് പിന്നെ വായിക്കാൻ തുടങ്ങി. അപ്പോൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ യേശു പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ആ പ്രായത്തിലാണ് ഞാൻ ശരിക്കും ഈ ദൈവികമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ യേശു എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു ചോദ്യം എന്നെ വളരെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പള്ളിയിൽ പോയി അച്ഛനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഫാദർ ഇങ്ങനെ യേശു പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? പ്രാർത്ഥിക്കുന്ന ഒരാളോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, അത് ചോദിക്കാൻ പാടില്ല. നീ ഞങ്ങൾ പറയുന്ന കാര്യം നീ അതുപോലെ വിശ്വസിക്കണം, അതിനപ്പുറത്തോട്ട് നീ ചോദിക്കാൻ പാടില്ല, തെറ്റാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലോട്ട് വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ വായിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഏകദൈവ വിശ്വാസമാണ്. അല്ല, ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ വളരെ ഒരു ഫാദർ, സൺ, ഹോളി സ്പിരിറ്റ്, ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലുള്ള ഫെയ്ത്താണ് അവിടെയുള്ളത്. അപ്പോൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഈസ, അതായത് നിങ്ങളുടെ ജീസസ് ഞങ്ങളുടെ ഖുറാനിലുണ്ട്, നിങ്ങളുടെ എബ്രഹാം പ്രവാചകൻ ഞങ്ങളുടെ ഖുറാൻ